എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷ് കക്ക ഇറച്ചി വളർത്തിയതാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. സവോള 2 എണ്ണം അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഉള്ളി 20 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. തേങ്ങ കൊത്തിയത് അരിഞ്ഞു വെച്ചിരിക്കുന്നു. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പച്ചമുളക്. ഇതിനാവശ്യമായ സ്പൈസസ്: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. 1/2 കിലോ കക്കയിറച്ചിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം കക്കയിറച്ചി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി ഇതിൻ്റെ വെള്ളം കളഞ്ഞ് കുറച്ച് നേരം മാറ്റി വെക്കും. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി നല്ലോണം വരിക. ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മൾ 1/2 കിലോയുടെ കക്കയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ചേർക്കാവുള്ളൂ. അപ്പം കടുക് ഇട്ട് കൊടുത്തിരിക്കുന്നു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും സവോളയും ഉള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വഴറ്റി കുറച്ച് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഇല്ലെങ്കിലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം സവോളയും ഉള്ളിയും നല്ലോണം ഇളക്കി അതിലേക്ക് ഉപ്പും കൂടെ ചേർക്കുകയാണ്. അപ്പം പെട്ടെന്ന് വഴറ്റി കിട്ടും നമുക്ക്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഉള്ളി സവോളയെല്ലാം വഴഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുക. തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വഴഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വഴണ്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും
ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സ്പൈസസ് എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് കക്കയിറച്ചി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി മൂടി വെച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് അത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് അതിലേക്ക് മസാലയും ആ മുളക് പൊടിയും എല്ലാം, ആ ഉള്ളിയുടെയും സവോളയുടെയും എല്ലാം ആ ഇതിലേക്ക് ചേരേണ്ടതാണ്. അപ്പം വീണ്ടും മൂടി വെച്ച് കൊടുക്കുക.